ലാലുവിൻ്റെ അമ്മയായിട്ടും ലാലുവിൻ്റെ കുടുംബമായിട്ടും ചേച്ചിക്ക് നല്ല ബന്ധമാണല്ലേ? ഭയങ്കര ബന്ധമാണ്. ചേച്ചിയെ ഒരു അമ്മയായിട്ട് തന്നെ അവരും കരുതി എന്ന് വേണം അനുമാനിക്കാൻ വേണ്ടി. ഒരുപാട് ലാലിൻ്റെ അമ്മയായിട്ടൊക്കെ എന്താ പറയുക, അത്രയ്ക്കടുപ്പാണ്. ഞാൻ ഇടയ്ക്കിടെ പോവും, കാണാനായിട്ട് പോകാറുണ്ട്. അറിയാവില്ല, ഇത്തിരി സുഖമില്ലാണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ അങ്ങനെ വട്ടം പിടിക്കും, കെട്ടിപ്പിടിക്കും. അച്ഛനും അതെ, വലിയ കാര്യമായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് പോയാൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇടയ്ക്ക് പുള്ളി വീണിട്ട് ബാക്കിൽ ഓപ്പറേഷനൊക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരിക്ക് 2.5 വയസ്സുള്ള കുട്ടിയായി. ആ ചിരിയും, കൈ പിടിച്ചാൽ വിടില്ല, കാറി കയറുമ്പോൾ കൈ പിടിച്ചുകൊണ്ടിരിക്കും. ശരിക്ക് 2.5 വയസ്സ് കുട്ടി എങ്ങനെയായിരുന്നു അതുമാതിരിയുള്ള ചിരിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ലാലിനേക്കാളും എനിക്ക് ഇഷ്ടം അവരോട് 2 പേരോടും ആയിരുന്നു എനിക്ക് സംശയം. എന്തായാലും ലാലിന് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ 100 നാവായിരിക്കും. എൻ്റെ മോൻ തന്നെയല്ലേ, എത്ര സിനിമയിലാണ് അമ്മയെന്ന് വിളിച്ചിരിക്കുന്നത്. കിരീടത്തിൽ ഒരു സീനുണ്ട്, എനിക്ക് ഡയലോഗ് പറയാൻ വയ്യാണ്ട് ഞാൻ വിങ്ങിപ്പോയ ഒരു ഇതാണ്. വീട്ടിൽ കയറി വരുമ്പോഴത്തേന് തിലകൻ ചേട്ടൻ, എനിക്കിവിടെ വേറെ മക്കളുണ്ട്, ഇറങ്ങിപ്പോടാന്ന് പറയും. എന്നെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നടക്കും. അപ്പോൾ ഞാൻ പുറകെ ഓടി വന്നിട്ട്, മോനെ നീ എങ്ങോട്ടാണ് പോകണമെന്നോ എന്തോ ചോദിക്കും. അപ്പോൾ ലാല് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ജീവിതം എന്നെ വിട്ടു പോകുന്ന, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതെന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരുമാതിരി വിങ്ങൽ. ഈ സിനിമകളൊക്കെ പിന്നീട് കാണുമ്പോൾ എങ്ങനെയാണ് ചേച്ചി? ഒക്കെ ഓർക്കും. അതുപോലെ തന്നെ പ്രവാഹത്തിൽ സ്വന്തം മകനാണ് നസീർക്കൻ്റെ ക്യാരക്ടർ. അപ്പോൾ അടുക്കളവാതിലിൽ വന്നിരുന്നിട്ട്, അമ്മയ്ക്കറിയാം ഇത് മോനാണെന്നുള്ള കാര്യം, മകൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസാണത്. ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നസീർക്കൻ്റെ ഒരു ഇന്നസെൻ്റായിട്ടുള്ളൊരു നോട്ടം ഉണ്ടല്ലോ, ആ സീനിൽ എനിക്ക് ഒരുപാട് ഡയലോഗ് പറയാൻ വയ്യാണ്ടും